ഒരു നാളിലൊരേ മോഹവുമായി ഒരുമിച്ച് കൂടിയവരല്ലോ നിങ്ങൾ. പല നാടുകളിൽ നിന്നൊക്കെ എത്തിയവർ, മുന്നേ പലപ്പോഴും കാണാത്തവർ. ആദ്യത്തെ സംഭ്രമം മാറിടും മുമ്പേ ഏറ്റവും അടുത്തവരായിടുവോർ. ആസുകളോരോന്നായി കഴിഞ്ഞപ്പോൾ അനവധി കാര്യങ്ങളൊക്കെ പഠിച്ചുവല്ലോ. വർഷാവസാന പരീക്ഷ കഴിയവേ ആകെ ഒരാകാംക്ഷ ഉണ്ടായെന്നാലും ആദ്യത്തെ തവണ ജയിപ്പതിൻ സന്തോഷം ഏറെ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ചിലരൊക്കെ പരാജയമേറ്റുവാങ്ങി അടുത്ത പരീക്ഷയിൽ ഏറെ തിളങ്ങി കൂട്ടുകാർക്കരികിൽ എത്തിച്ചേർന്നു. കാലം പിന്നെയും കടന്നുപോയി, പലതും പഠിച്ചും ചെയ്തും കണ്ടും വർഷങ്ങൾ അനവധി കടന്നുപോയി. അവസാന വർഷ പരീക്ഷ എഴുതി ആദ്യത്തെ തവണ തന്നെ വിജയിച്ചു. ഹൗസ് സർജൻസി എന്ന കടമ്പ കടന്നു ഹർഷോന്മാദമോടെ ഇവിടെയെത്തി. പല വഴി വന്നവർ പല വഴി പിരിയും, വന്ന വഴികൾ മറക്കയുമാവാം. ഇനിയിപ്പോൾ PG ചെയ്യണമല്ലോ, ആശങ്കയേറുന്നു ഏതാവണം വിഷയം. ഒന്നുമേ നിശ്ചയിച്ചതേ ഇല്ലല്ലോ ഇനിയും, വരുന്നവയൊക്കെ വഴിയിൽ കാണാം. അതിനിടെയൊരു കല്യാണം വേണ്ടേ, ജീവിതം ഇവിടെ തുടങ്ങുകയല്ലേ. കാലം നമുക്കായി കാത്തുവച്ചിടുന്നതെന്തെന്നും ഏതെന്നും എങ്ങനെയെന്നും ആരുമേ ഒന്നും അറിയുന്നതേയില്ല. അറിയാ വഴികളിലൂടെ എല്ലാമാവാം നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുക. വഴിമധ്യേ പലരെയും കണ്ടുമുട്ടാം, അവരിൽ ചിലരോട് സൗഹൃദമാകാം. കാലം നമുക്കായി ചൂണ്ടുപലകകൾ ഒന്നുമേ എവിടെയും സൂക്ഷിപ്പതില്ല എന്നൊക്കെ ഓർത്ത് കാണാ വഴികൾ തേടി നാം മുന്നോട്ടു പോകേണ്ടതായി വരും. പതറുന്ന വേളകളിൽ പ്രത്യേകമായി ദൈവത്തെ ഓർക്കാം ആത്മാർത്ഥമായി. ഈ ജന്മം സാഫല്യമാക്കണേ എന്നൊക്കെ പ്രാർത്ഥനയായിട്ടങ്ങുരുവിട്ടിടാം. പ്രതിസന്ധി വേളകളിൽ ആത്മധൈര്യം ഉണ്ടായിടണമെന്ന് പ്രാർത്ഥിക്കയാവാം. എന്താണീ ആത്മധൈര്യമെന്നൊക്കെ അറിയാമോ നിങ്ങൾക്കൻ കുട്ടികളെ? പ്രതിസന്ധികളിൽ തളരാതെയൊക്കെ മുന്നേറുവാനുള്ള കഴിവിനെയല്ലേ ആത്മധൈര്യമെന്നു നാമൊക്കെ പേരിട്ട് വിളിച്ചു വരുന്ന കാര്യം. എങ്ങനെയൊക്കെ ഇതാർജിക്കുമെന്ന് നിജമായിട്ടെനിക്ക് അറിയില്ല, എന്നാലും ഇങ്ങനെയൊക്കെ ഞാൻ കരുതുന്നുവല്ലോ, നിങ്ങളുമായത് പങ്കുവയ്ക്കാം. കർമ്മങ്ങളേറ്റം മികവോടെയും അതുപോൽ കൃത്യമായിട്ടും ആത്മാർത്ഥമായും സത്യസന്ധതയോടും ചെയ്യുമ്പോഴൊക്കെ ആത്മാവിൽ നിറയും ആനന്ദമത്രേ. ആത്മധൈര്യമെന്ന ഊർജപ്രവാഹം നമ്മളിൽ നിറയുവാൻ കാരണമാകാം. ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നുവല്ലോ ആത്മസംതൃപ്തിയും, അതുപോലെ തന്നെ ഉപോൽപ്പന്നമായി ശമ്പളവും കിട്ടും.
സാമൂഹ്യമായ ധർമ്മങ്ങളൊക്കെയും അങ്ങനെ നിറവേറുക തന്നെയും ചെയ്യും. ഒറ്റ വെടിയിൽ 3 പക്ഷികൾ കിട്ടുന്നതേറ്റം ലാഭമല്ലേ. അതിനായി നിങ്ങളിപ്പോഴും പിന്നെ വരുംകാലങ്ങളിലും ചെയ്യുന്ന ജോലികൾ ഏറെ സന്തോഷമോടെ ചെയ്യുവാൻ പ്രാപ്തരാക്കിയിടുന്ന രീതികൾ കൈവരാൻ ഏറ്റവും മികവോടും കൃത്യതയോടും ആത്മാർത്ഥമായും സത്യസന്ധതയോടും തന്നോട് തന്നെ എങ്ങനെ കാണുമോ അങ്ങനെ തന്നെ മറ്റുള്ളവർക്കും ചെയ്യുവാൻ കഴിഞ്ഞാൽ ധാരാളമായി കിട്ടുമല്ലോ. പ്രതിസന്ധികൾ നിറയും വേളകളിൽ കൂട്ടായിരിക്കും ആത്മധൈര്യം എന്ന മഹത്തായുള്ളൊരു മനോഗുണം. മുമ്പെഴുതിയതിൽ നിന്നോർത്തെടുക്കട്ടെ സംഗതമായ ചില വരികളെല്ലാം. തന്നേക്കാൾ മികച്ചവർ വിദ്യാർത്ഥികളായി എന്നും ലഭിക്കുന്നവർ അധ്യാപകർ. താൻ അനുഭവിച്ച പീഡകളും വേദന വിഷമങ്ങൾ ഒന്നും ശിഷ്യന്മാരാരും സഹിക്കാനൊരിക്കലും ഇടയാവരുതേ എന്ന മോഹമുള്ളോർ അവരൊക്കെ പടിയിറങ്ങുമ്പോൾ അതാ സ്വകർമ്മങ്ങളും സുഹൃതങ്ങളും എല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു ശിഷ്യഗണങ്ങൾ. നന്മ വരട്ടെ, വിജയം വരട്ടെ എന്നൊക്കെ ഞാൻ ഈ വേളയിതിൽ നിങ്ങൾക്കായി ആശംസകൾ അർപ്പിക്കുന്ന അനേകമായി ഇവിടം വിടുന്നോർക്കും കൂടെ ഇനിയും ഇവിടെ കുറെ നാൾ കഴിയേണ്ടിടുന്നോർക്കും